ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നീ അധികകാലം ഇവിടെ ഉണ്ടാവില്ലടി, നീയും നിൻ്റെ അനിയത്തിയും ഇവിടുന്ന് പുറത്താണ് എന്നും പറഞ്ഞുകൊണ്ട് രേവതി നവ്യയോട് ചൂടാവുന്നുണ്ട്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അനി നിനക്ക് എന്നെ ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ? എനിക്ക് നിന്നെ ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല. പോകണമെന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ നിൻ്റെ അച്ഛനെയും അമ്മേനെയും കൂട്ടിപ്പോ, ഞാൻ കൂടെ വരില്ല എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അനി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. കേട്ടല്ലോ അനാമികെ, ഇനി ആദർശമോ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും അനി നിൻ്റെ കൂടെ വരില്ല. നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ അച്ഛനോട് പറഞ്ഞ് പല ബീച്ചിലാറ്റം കൊണ്ടുപോകാൻ പറ. ആദർശും നാനിയും ഇനി ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ പോകും. അവരെ രണ്ടുപേരും ഞാൻ ഹണിമൂണിന് പറഞ്ഞേക്കുന്നത് അങ്ങ് ദുബായിലാണ്. അങ്ങനെ ദേവയാനി പറയുന്നത് കേട്ടിട്ട് അനാമികക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. മോളെ നീ വാ, ഇവർ മാത്രമൊന്നുമല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമുക്ക് മൂർത്തി സാറിനെ കണ്ടിട്ടൊന്ന് സംസാരിക്കാം പറഞ്ഞുകൊണ്ട് രേവതി അവളെ വിളിച്ചുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നാനിയും ആദർശം ട്രിപ്പിന് പോകുന്നുണ്ടെന്നും അതുകൊണ്ട് അനിയെയും അനാമികയും എവിടെയെങ്കിലും ട്രിപ്പിന് പറഞ്ഞേച്ചേ പറ്റുമെന്നും മൂർത്തി സാറിനോട് രേവതി പറയുന്നുണ്ട്. മൂർത്തി സാറ് പറഞ്ഞാൽ അനി തീർച്ചയായും അനുസരിക്കും. ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. മൂർത്തി സാർ ഒന്ന് പറഞ്ഞാൽ അനി അനുസരിക്കും. അനാമിക മോൾ വിഷമിക്കാതിരിക്കെ, ഞാൻ പറയാം അനിയോട് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. മൂർത്തി സാറ് പറഞ്ഞാൽ അനി ഒരിക്കലും ധിക്കരിക്കില്ല. അല്ലേ, നീ പോയി ഡ്രസ്സൊക്കെ എടുത്തു വെക്ക്. നിങ്ങൾ ബാംഗ്ലൂരേക്ക് തന്നെ പോകണം. ആ നാനിയും ആദർശം അത് കണ്ട് അസൂയപ്പെടട്ടെ. അതെ അമ്മേ, അവിടേക്ക് തന്നെ പോവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ഞാനും അനിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നാലോ. നീ നമ്മളെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും അമ്മേ. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ എന്ന് പറയുമ്പോൾ ദേവ്യാനും ജലജയൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താനാമികെ മുഖത്തൊരു സന്തോഷം? വല്യമ്മ അറിഞ്ഞില്ലേ? മുത്തശ്ശൻ അനിയോടൊപ്പം എന്നോട് യാത്ര പോകാൻ പറഞ്ഞിരിക്കുകയാണ്. നാളെ തന്നെ ഞാനും അനിയും ബാംഗ്ലൂർക്ക് തന്നെ പോവുക. അനാമിക വിചാരിച്ചാലും ഈ വീട്ടിൽ ചിലതൊക്കെ നടക്കുമെന്ന് വല്യമ്മക്ക് മനസ്സിലായോ? അങ്ങനെ അനാമിക പറയുന്നത് കേട്ട് ദേവയാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സമയത്ത് നാനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടി നാനെ, നീ എന്താടി വിചാരിച്ചത്? നിന്റെ ആദർശം മാത്രമേ ട്രിപ്പിനൊക്കെ കൊണ്ടുപോകുന്നോ? എന്നാ കേട്ടോ, എൻ്റെ മോളും ഭർത്താവും നാളെ ബാംഗ്ലൂരേക്ക് പോവുകയാണ് പറഞ്ഞ് രേവതി നാനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അനി അനാമികയെ കൊണ്ട് ട്രിപ്പൊക്കെ പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ നാന പറയുന്നുണ്ട്. അടുത്ത ദിവസം ആദർശം നാനയൊക്കെ റെഡിയായി. ആ സമയം അനാമിക തൻ്റെ ബാഗൊക്കെ എടുത്ത് മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങുകയാണ്. അനി ഇതുവരെ റെഡിയായിനില്ലേ? ഫ്ലൈറ്റിന് ടൈമായല്ലോ എന്ന് അനാമിക പറയുന്ന സമയത്ത് അനി ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് രേവതി അനിയോട് പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ എൻ്റെ മോളെ കൊണ്ട് ഒരു യാത്രയൊക്കെ പോവാൻ. അങ്ങനെ രേവതി പറയുമ്പോൾ നന്ദു ആ വീട്ടിലേക്ക് ബാഗുമായി കടന്നു വരികയാണ്. നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു അപശകുനമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ ഒക്കെ പറഞ്ഞ് അനാമിക നന്ദുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. അനാമിക നീ ചുമ്മാ ഇരിക്കേ, ഞാൻ വിളിച്ചിട്ടാ നന്ദു ഇങ്ങോട്ട് വന്നത്. ഞാൻ യാത്ര പോകുന്നത് നിന്നോടൊപ്പമല്ല അനാമികെ, നന്ദുവിൻ്റെ കൂടെയാണ്. നന്ദുവിന് ബാംഗ്ലൂർ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതുകൊണ്ട് നന്ദുവിൻ്റെ കൂടെ പോകാൻ ഫ്രണ്ടായ ഞാൻ മാത്രമേ ഉള്ളൂ അവൾക്ക്. നന്ദു വരണ്ടെന്നൊക്കെ പറഞ്ഞതാ, പക്ഷേ അവളെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ അനി പറയുന്നത് കേട്ട് അനാമികയും രേവതിയും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പറ്റില്ല, ഇവളെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകാൻ നീ മാത്രമേ ഉള്ളൂ അനി, ഇത് ഞാൻ സമ്മതിച്ചു തരില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട്. മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം. മുത്തശ്ശൻ്റെ വാക്ക് ഞാൻ ധിക്കരിച്ചതൊന്നുമല്ല. ഇവളെ ഹണിമൂണിന് ഞാൻ പിന്നെ കൊണ്ടുപോയിക്കോളാം. ആദ്യം നന്ദുവിൻ്റെ കാര്യം നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അനി നന്ദുവിൻ്റെ കൈ മേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. എന്തായിരിക്കും അനാമികയും രേവതിയും കൂടിയിട്ട് അനന്തപുരി തറവാട്ടിൽ കാട്ടിക്കൂട്ടുക? വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.